ഹായ്, നമസ്കാരം. അപ്പോൾ കേറ്ററ്റ് 1-ന്റെ സിലബസ് ഡിസ്കഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി കേറ്ററ്റ് 2-ന്റെ സിലബസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കേറ്ററ്റ് 1-ലുള്ളത് എല്ലാം ഇതിനകത്തുണ്ടല്ലോ സാറേ. കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ സിലബസിനെ വലുതാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് കാറ്റഗറി 1-ന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുത്തു, അതിൻ്റെ മുഴുവൻ പോർഷനിലേക്കും പോയി. അതുകൊണ്ട് ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് ഇതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇവിടെ സിലബസും അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും കേറ്ററ്റ് 2 പഠിക്കുക, അപ്പോൾ 1ഉം 2 ഓട്ടോമാറ്റിക്കലി കിട്ടും. അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, 30 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ അത് എലമെന്ററി ചൈൽഡാണ്. എലമെന്ററി ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 14 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എലമെന്ററി സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ മൗലിക അവകാശമായിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ എലമെന്ററി സ്റ്റുഡൻസ്, അവരുടെ ഡെവലപ്മെന്റ് ആണ്. അതിൽ നിന്ന് 15 മാർക്ക് അല്ലേ സാറേ? UP ലെവലിലുള്ള കുട്ടികളെയാണ് കേറ്ററ്റ് 2 പാസ്സാവുന്ന അധ്യാപകർ പഠിപ്പിക്കാൻ പോകുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, പ്രാക്ടിക്കലായിട്ട് ഇത് ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോടെ പ്രതീക്ഷിക്കാം. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ്, വികസനം എങ്ങനെ ഒരു പഠനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. Then stages of development, infancy, childhood, adolescence, maturation, relationship between development, maturation and learning that we already discussed in our previous class related to category 1. അതിനകത്ത് പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ വികസനം എങ്ങനെ പഠനത്തെ ഇൻക്ലൂഡിങ് മെച്ചുറേഷൻ അങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റുമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ആ പ്രിൻസിപ്പിൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ടോ? ഓക്കെ, അതാണ്ട് ഇവിടെ ഒരു 7 ഫാക്ടറാണ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, വികാസ തത്വങ്ങൾ. വികാസ തത്വങ്ങൾ 7 പോയിന്റ് ഉറപ്പായിട്ട് വരും. ഓക്കെ, അതിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, പാരമ്പര്യവും പര്യാവരണവും. അത് നമ്മൾ കാറ്റഗറി 1-ല് സാധനങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ സോഷ്യലൈസേഷൻ പ്രോസസ്. അപ്പോൾ ഒരു സാമൂഹീകരണം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്ന 2 കാര്യങ്ങൾ, എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം സിഗ്മണ്ട് ഫ്രോയിഡിനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് സെക്ഷൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ഇത് സാമൂഹിക വികാസ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 8 ഘട്ടങ്ങളുള്ള സാമൂഹിക വികാസ ഘട്ടങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ സോഷ്യലി ഉള്ള ഒരു ഡെവലപ്മെന്റിന്റെ ടീച്ചർ റോളും അതിന്റെ ആസ്പെക്റ്റുകളും ഒക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ വരാൻ പറ്റുന്ന പറഞ്ഞിട്ടില്ല ഉണ്ട്, കാരണം ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ആൾക്കാരാണ് പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി. ഇവിടെ നോക്കുക, കോൾബർഗ് എന്ന് പറയുന്ന വ്യക്തിയും ഈ പിയാഷെയും വൈഗോട്സ്കിയും സഞ്ചാരം 2 തരത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ ഈ പിയാഷ എന്ന് പറയുന്ന വ്യക്തിയും വൈഗോട്സ്കിയും കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് എങ്കിൽ ഈ കോൾബർഗ് എന്ന് പറയുന്ന വ്യക്തി അത് നൈതിക വികാസവുമായി ബന്ധപ്പെട്ടാണ്, മോറൽ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് കൺസ്ട്രക്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ പ്രോസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവരുടെ തിയറിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് പിയാഷെ, മോറൽ ഡെവലപ്മെന്റ്, വൈഗോട്സ്കി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ഇത് നമ്മുടെ കാറ്റഗറി 1-നകത്ത് വന്നിട്ടുള്ളതാണ്, ജനറൽ ആയിട്ടുള്ളതാണ്. മെത്തേഡ് യൂസ്, ഇംപ്ലിക്കേഷൻസ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലേ. ഇതിനകത്ത് മുമ്പേ നമ്മൾ ഗിൽഫോർഡ് എന്ന് കാറ്റഗറി 1-ൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് SI മോഡൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്, ദെൻ കോൺസെപ്റ്റ് ഓഫ് ഐക്യു മറ്റേൽ പറഞ്ഞിട്ടില്ല, ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല, ഇന്റലിജൻസ് ടെസ്റ്റുകൾ പറഞ്ഞിറ്റില്ല. ദെൻ ഇവിടെ നോക്കുക, ചോദിക്കാവുന്നതാണല്ലേ സാർ, ഐക്യുവിന്റെ എന്നിട്ട് സ്റ്റേൺബർഗിന്റെ ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി കൂടി, ഡേവിഡ് സ്റ്റേൺബർഗിന്റെ ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-ലും 2-ലും നോക്കി കഴിഞ്ഞാൽ വ്യത്യാസം, ഈ 2-ല് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം ഇതിനകത്ത് എടുത്തു പറയുന്നത് അത്രയും ഡീറ്റെയിൽ അല്ലായിരുന്നു. പക്ഷെ 2-ലും ചോദ്യങ്ങൾ വരാറുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ലാംഗ്വേജ് ആൻഡ് തോട്ട് അല്ലേ സാറേ.
പിയാഷെ, വൈഗോസ്കി, ചോംസ്കി. നമ്മൾ കാറ്റഗറി 1 ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ചോംസ്കി മാത്രമല്ല ലാംഗ്വേജിന്റെ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവരുടെ 3 പേരും തിയറിയായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, അതുപോലെ ഭാഷയും ചിന്തയും എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ഇതിനു മുമ്പ് കേറ്ററ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഒരു ക്വസ്റ്റ്യൻ. ഇവർ 3 ആരാണെന്ന് ആലോചിച്ച് നോക്കുക. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഭാഷയും ചിന്തയും അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് തോട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ ഒരുപാട് ഫാക്ടുകൾ ഈ മേഖലയിൽ നിന്ന് പഠിക്കാനായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താ വന്നു? തീർച്ചയായിട്ടും ജെൻഡർ ബയാസ്, ജെൻഡർ റോള്, അതിന്റെ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ ലിംഗനീതി അല്ലെ, ലിംഗവിവേചനം, ലിംഗസമത്വം, ആ ഒരു ആശയത്തിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ക്ലാസ് റൂം ഇംപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേക്കും കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്, അവരെ വ്യത്യസ്തമായ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു കാര്യം, ഏതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് ഇവിടെ പ്രൊമോട്ട് മീൻസ് ചെക്ക് ചെയ്യേണ്ടത് എന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ഭാഗമാണ്. ഒന്ന് കേട്ടാൽ മതി അത്തരം കാര്യങ്ങളൊക്കെ. ഏറ്റവും ഇവാലുവേഷൻ, അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് എടുക്കുകയാണ് ഇത് പറയാൻ. കാരണം ഇത് നിങ്ങൾ കേറ്ററ്റിന് മാത്രമല്ല, സെറ്റിനായാലും നെറ്റിനായാലും, നിങ്ങൾ HSSTക്കായാലും, നിങ്ങൾ HSAക്കായാലും, നിങ്ങൾ ഒരു കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ആയാലും ജനറൽ പേപ്പർ കമ്പൽസറി ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ദെൻ അതിനുശേഷം വന്നിട്ടുള്ള ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ട് റെക്കോർഡ്, പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ടെക്നിക്സ് ഇൻ ഫീഡ്ബാക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ആളുകൾ തെറ്റിക്കുന്നതാണ്. ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ട് റെക്കോർഡ് ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകുന്ന ഒരു ഏരിയ ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. മാത്രമല്ല അത് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ, ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മളവിടെ കാറ്റഗറി 1 പറഞ്ഞതുപോലെ നേച്ചർ ഓഫ് പ്രയർ ലേണിംഗിൽ എന്തൊക്കെയാണ്, അതായത് തിങ്കിങ്ങിൻ്റെയും അസസ്മെന്റിന്റെയും ഇവാലുവേഷന്റെയും ഒക്കെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, ലേണിംഗിന്റെ പ്രയോറിറ്റിയെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം. ദെൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഒരു വലിയ ബ്രോഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. തവണ എവിടുന്നെങ്കിലൊക്കെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ. ഇപ്പൊ നമ്മൾ എല്ലാവരും PWD ആക്ട് ഇത് പഠിച്ചു വയ്ക്കും, പക്ഷെ ഓരോ തവണയും പുതിയ ആക്ടുകൾ വരും. അപ്പൊ അങ്ങനെ വളരെ ഡെപ്തില് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അല്ലെ ഭിന്നശേഷി. മാത്രമല്ല ഇത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ കമ്പൽസറി ആയിട്ട് ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ നടക്കുന്ന സംസ്ഥാനം കേരളം കൂടിയാണ്. അതിപ്പോ സാർ നേരത്തെ പറഞ്ഞല്ലോ, UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലാണെങ്കിൽ പോലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ഒരെണ്ണം എന്തായാലും അവിടെ ഉണ്ടാവും. Then learning and pedagogy. വരുന്ന ഏരിയ ആണ്. ഇവിടെ നോക്കുക, പെഡഗോജി എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫോർമാറ്റ് എന്താണ്, അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, കുട്ടികൾ എങ്ങനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡേവിഡ് പോൾ ഒസബലിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്നൊക്കെ പറയുന്ന പോലുള്ള ബോധന മാതൃകകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട 10 മാർക്കിൻ്റെ ഒരു വലിയ പോർഷനാണ് ആ പറഞ്ഞത്. മീൻസ് 10 മാർക്കിൽ ഉൾപ്പെടുന്ന ഒരു വലിയ പോർഷനാണ്. ഓക്കെ, അതായത് നമ്മൾ സെൻസേഷൻ, പെർസെപ്ഷൻ, കോൺസെപ്റ്റ് ഫോർമേഷൻ, തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, മെറ്റാകോഗ്നിഷൻ ഒക്കെ വരുന്ന കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇമോഷൻസ്. എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ട്. ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. EQ നമുക്കറിയാം, ഇമോഷണൽ ഇന്റലിജൻസ് അളക്കുന്നതാണ് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഡാനിയൽ ഗോൾഡ്മാന്റെ ഏറ്റവും വലിയൊരു ഇന്റലിജൻസ് ആണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്ന അധ്യാപകൻ വിശ്വസിക്കുന്നു IQ-നേക്കാൾ ഒരുപാട് മുകളിലാണ് EQ. ഇല്ലേ, യഥാർത്ഥത്തിൽ വേണ്ടത് EQ ആണ്. കാരണം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നവൻ നാളെ രക്ഷപ്പെടണമെന്നില്ല, പക്ഷെ EQ ഉള്ള ഒരാൾ രക്ഷപ്പെട്ടിരിക്കും. ഓക്കെ, മോട്ടിവേഷൻ അതാണ് ഇപ്പം പലർക്കും ഇല്ലാത്തതല്ലേ. 1 മാർക്കിനൊക്കെ ഈ കേറ്ററ്റ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് ആ ഒരു മടുപ്പൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ സാർ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇവിടെ കുഴപ്പിച്ചത് സൈക്കോളജിയാണ്, ശരിയല്ലേ? എൻട്രിക്ക് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റിസൾട്ടും ഉണ്ടായത്. സൈക്കോളജിയാണ് ഏറ്റവും അധികം കുഴപ്പിച്ചത്. കാര്യം സൈക്കോളജി ചോദ്യങ്ങൾ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് വന്നു. അവിടെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കണ്ടന്റുകൾ ഒഴുക്കിയത് കൊണ്ടാണ് ആ ഒരു റിസൾട്ടും അവർക്ക് അത് ചെയ്യാനും പറ്റും. 28 മാർക്ക് റേഞ്ചിൽ 30 കിട്ടാൻ ഭയങ്കര വലിയ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം 5 ക്വസ്റ്റിനോളം വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 28 മാർക്കൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് നേടാൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. ദെൻ ഇവിടെ നോക്കുക, പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. നമുക്കറിയാം
പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ട്രൈറ്റ് തിയറി, ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറി കൃത്യമായി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അതെന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതായത് ഡിസ്കസ് ചെയ്യാം. ഉറപ്പായിട്ടൊരു ചോദ്യം അവിടെ വരികയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ 60 ദിവസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീറ്റ് അഗൈൻ. എല്ലാവർക്കും ആശംസകൾ.